ഓം നമഃ ശിവായ. ശംഭോ ശങ്കര സദാശിവ. നമസ്കാരം. ധനലാഭം, പുതിയ ഒരു ഗൃഹലാഭം, പുത്രസുഖം, സന്താന ഭാഗ്യം ഇവ നേടിയെടുക്കുന്ന 11 നക്ഷത്രജാതകരുണ്ട്. നമുക്കറിയാം, ധനുമാസത്തിലെ തിരുവാതിര ഏറെ പ്രാധാന്യമുള്ളതാണ്. ഈ ധനുമാസത്തിലെ തിരുവാതിരയോട് പ്രമാണിച്ച് ചില നക്ഷത്രജാതകർക്ക് വലിയ വലിയ അവസരങ്ങളാണ് വന്നു ചേരുക. ജീവിതത്തിലെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തും. 11 നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുടെ സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. ജീവിതത്തിൽ ഇവർ എന്തു കൊതിച്ചിട്ടുണ്ടോ അതൊക്കെ ഇവർക്ക് നടന്നു കിട്ടും. ചിലരാണെങ്കിൽ ഒരു സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർ, മറ്റു ചിലരാണെങ്കിൽ ഒരു വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉള്ളവർ, അവർക്കൊക്കെ ഒരുപാട് നേട്ടങ്ങളാണ് ഈ ഒരു സമയം വന്നു ചേരുക. ധനുമാസത്തിന് ഏറെ പ്രത്യേകതയുണ്ട്. ഈ ധനുമാസത്തിൽ നിങ്ങൾ പോകേണ്ടതായ ക്ഷേത്രങ്ങളുണ്ട്. ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക. അതുപോലെ തന്നെ ഗണപതിക്ക് ഒരു നാളികേരമൊക്കെ ഉടയ്ക്കുക ഈ ഒരു നാളിൽ. അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരും. നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്ന ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ, തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ഈ ധനുമാസത്തിൽ. അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുക. ഒരുപാട് അഭിവൃദ്ധിയും ഒരുപാട് നേട്ടവും നിങ്ങളെ തേടി വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. അങ്ങനെ കുറച്ച് നക്ഷത്രജാതകരെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും. അമ്മയുടെ അനുഗ്രഹം ധാരാളം നിങ്ങൾക്ക് വന്നു ചേരും. കഴിയുമെങ്കിൽ മാരിയമ്മൻ കോവിലിലൊക്കെ ദർശനം നടത്തുക. നമ്മുടെ ഇവിടെയുമൊക്കെ ഉണ്ട് മാരിയമ്മൻ കോവിൽ, തമിഴ്നാട്ടിലുമുണ്ട്. അവിടെയൊക്കെ പോയി പ്രാർത്ഥന നടത്തണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് വരുത്തുന്നത്. ഭാഗ്യമേറെയുള്ള, എല്ലാ രീതിയിലും അഭിവൃദ്ധിയിലേക്ക് പോകുന്ന, നേട്ടങ്ങൾ ഒരുപാട് കരസ്ഥമാക്കുന്ന 2024 2024 തുടക്കത്തിൽ തന്നെ ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് പോകുന്ന ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ 3 നക്ഷത്രജാതകർ എന്ന് പറയുന്നത് അശ്വതിയും ഭരണിയും കാർത്തികയുമാണ്. ഇവരെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖങ്ങളായിരുന്നു, ദുരിതങ്ങളായിരുന്നു, സങ്കടങ്ങളായിരുന്നു. ഇവർ അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല എന്ന് തന്നെ പറയാം. എന്നാൽ അവർക്ക് സമയമാറ്റമാണ്. ചില ഗോചരഫലങ്ങൾ ഇവർക്ക് അനുകൂലമാകുന്നു. ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അനുകൂല സമയത്തെ അവർ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം. എങ്ങനെ പ്രയോജനപ്പെടുത്തണം? അവർ ക്ഷേത്രദർശനം നടത്തണം. പ്രത്യേകിച്ച് ഈ ധനുമാസത്തിൽ നമ്മൾ പോകേണ്ടതായ ക്ഷേത്രം എന്ന് ഞാൻ പറഞ്ഞു. അവിടെ ശിവക്ഷേത്രത്തിൽ പോകണം. അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഒരു നാളികേരം ഉടച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് അശ്വതി ഭരണി കാർത്തിക എന്നീ 3 നക്ഷത്രജാതകർക്ക് വളരെ അനുകൂലമാണ്. 11 നക്ഷത്രജാതകരിൽ എടുത്തു പറയേണ്ട നക്ഷത്രജാതകർ തന്നെയാണ് ഈ 3 നക്ഷത്രജാതകർ. അതായത് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചവരായിരുന്നു, ഒരുപാട് ദുരിതങ്ങൾ ദുഃഖങ്ങൾ അനുഭവിച്ചവരായിരുന്നു. എന്നാൽ ഇതിൽ നിന്നുമൊക്കെ ഒരു വലിയ മാറ്റമാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനിയുള്ള കാലം വന്നു ചേരുക. അവർ ആഗ്രഹിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. അതായത് മനസ്സിൽ പോകണമെന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം. അങ്ങനെ ഒരു ക്ഷേത്രം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ആ ക്ഷേത്രത്തിൽ പോകുന്നതിന് തുല്യമാണ് ഈ എഴുതുന്നത് തന്നെ. ഏതായാലും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ക്ഷേത്രത്തിൻ്റെ പേര് ഒന്ന് എഴുതിയേക്കുക. അവിടെ പോവുക, അവിടെ പ്രാർത്ഥനയൊക്കെ നടത്തുക. അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രജാതകർ ശത്രുപരാജയം, മനസ്സന്തോഷം, അതുപോലെ തന്നെ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും. ഒരു ധൈര്യം വേണം. അതുപോലെ തന്നെ ഒരുപാട് ധനലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഈ ഒരു കാലഘട്ടം. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും.
അതായത് ഒരു വൻ വിജയത്തിലേക്ക് നിങ്ങൾ എത്തുന്ന സമയമാണ്. ഭാഗ്യമുള്ള നക്ഷത്രജാതകരാണ്. ജീവിതത്തിലെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറേണ്ടവരാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയേണ്ടവരുമാണ്. മറ്റ് നക്ഷത്രജാതകർ എന്ന് പറയുന്നത് പുണർതം, പൂയം, ആയില്യം. അനുകൂലമായ സമയമായതുകൊണ്ടാണ് ഇവരെ തന്നെ ഞാൻ തിരഞ്ഞെടുത്തത്. ഒരുപാട് ഗണിച്ചു നോക്കിയപ്പോൾ പുണർതം, പൂയം, ആയില്യം എന്നീ 3 നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളായിരുന്നു, ബുദ്ധിമുട്ടുകളായിരുന്നു, സങ്കടങ്ങളായിരുന്നു. എന്നാൽ ചില ഗോചര ഫലങ്ങൾ ഇവർക്ക് അനുകൂലമായി വരുന്നു. അത് 2024 വർഷഫലം പരിശോധിച്ചാൽ നമുക്ക് പ്രത്യേകം മനസ്സിലാവും. വർഷഫലമൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 94 967 24 401 എന്നതാണ് വാട്സപ്പ് നമ്പർ. അപ്പോൾ പുണർതം, പൂയം, ആയില്യം എന്നീ നക്ഷത്രജാതകർക്ക് അനുകൂല സമയമാണ്. ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവർക്ക് ലോട്ടറിയേക്കാൾ എടുത്താൽ അടിക്കുന്ന സമയവുമാണ്. ലക്കി നമ്പരൊക്കെ അറിഞ്ഞതിന് ശേഷം ലോട്ടറിയൊക്കെ എടുക്കുക. ഓരോരുത്തർക്കും ഓരോ ഭാഗ്യ നമ്പറുണ്ട്. ആ ഭാഗ്യ നമ്പരൊക്കെ വ്യക്തമായി നിങ്ങളൊന്ന് അറിയുക. അറിഞ്ഞതിന് ശേഷം നിങ്ങൾ അത് എടുക്കുക. ആ നമ്പർ പ്രകാരമുള്ള ടിക്കറ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ലോട്ടറിയൊക്കെ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കൂടുതലൊന്നും എടുക്കേണ്ട, ഒരു ലോട്ടറി എടുത്താൽ മതി. അത് അടിക്കണമെന്നുണ്ടെങ്കിൽ അടിച്ചിരിക്കും. നല്ല സമയമാണ് എങ്കിൽ തീർച്ചയായും ഇവർക്ക് ഭാഗ്യത്തിൻ്റെ സമയം തന്നെയായിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ പറഞ്ഞ നക്ഷത്രജാതകർ പുണർതം, പൂയം, ആയില്യം എന്നീ നക്ഷത്രജാതകർ തീർച്ചയായും പോകേണ്ടതായ ക്ഷേത്രമുണ്ട്. അത് ദേവീക്ഷേത്രമാണ്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം, പ്രാർത്ഥിക്കണം. അമ്മേ മഹാമായയെ ഒന്നൊന്ന് കമൻറ്റ് ബോക്സിൽ ഈ നക്ഷത്രജാതകർ കുറിച്ചേക്കുക. പുണർതം, പൂയം, ആയില്യം. അമ്മയുടെ അനുഗ്രഹം ധാരാളമുണ്ട്. ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്ക് ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകും ഇവർ. വളരെ അനുകൂലമായ സമയം. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലഘട്ടങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയും. അത്രയധികം പ്രാപ്തരാണ്, അത്രയധികം ശക്തിയാണ് നിങ്ങൾക്കിനി വന്നു ചേരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രജാതകർ കന്നിക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര. ഈ നാളുകാർക്കും ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. ഡിസംബർ മാസം 26, 27, 28 തീയതികളിൽ അത്ഭുതപ്പെടുത്തുന്ന വലിയ ഭാഗ്യാനുഭവങ്ങൾ, ഞെട്ടിക്കുന്ന ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ. ലോട്ടറി ഭാഗ്യം വന്നു ചേരും. അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും അതൊക്കെ ഇവരെ സംബന്ധിച്ച് നടന്നു കിട്ടുന്ന സമയമാണ്. ഒരുപാട് വിഷമതകളൊക്കെ അനുഭവിക്കുന്ന ഈ ഒരു സമയത്ത് അത്തരം ഭാഗ്യങ്ങളൊക്കെ എനിക്ക് വന്നു ചേരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഉത്രം, അത്തം, ചിത്തിര എന്നീ 3 നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യത്തിൻ്റെ സമയമാണ്. നേട്ടങ്ങൾ ഒത്തിരി നേടുന്നതിനോടൊപ്പം ചില നല്ല കാര്യങ്ങൾ കൂടി ചെയ്യുക. ദാനധർമ്മങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ക്ഷേത്രദർശനം നടത്തുന്ന സമയത്ത് അവിടെ വഴിപാടുകൾ അർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക. വലിയ വഴിപാടുകളൊന്നും അർപ്പിക്കണമെന്നില്ല. പക്ഷേ കുഞ്ഞു വഴിപാടുകളാണെങ്കിലും അത് ഭക്തി പുരസരം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭ്യമാകും. ഏതായാലും ഭാഗ്യമാണ്, ഒരുപാട് ഉയർച്ചയാണ്, ഒത്തിരി സൗഭാഗ്യമാണ് വന്നു ചേരുന്നത്. ജീവിതം മാറുന്ന സമയമാണ്. 2023 ഡിസംബർ മാസം 26, 27, 28, 29 ഈ ദിവസങ്ങളിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ആ കാര്യം നിങ്ങൾ ഇത് കേട്ടതിന് ശേഷം എനിക്ക് മറുപടി എഴുതിയാലും മതി, ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് കുറിച്ചാലും മതി. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എന്ന്. തീർച്ചയായും ഉണ്ടായിരിക്കും, ഉറപ്പാണ്. ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെയും അത് വന്നു ചേരും. അശ്വതി, ഭരണി, കാർത്തിക, പുണർതം, പൂയം, ആയില്യം, ഉത്രം, അത്തം, ചിത്തിര. അടുത്ത 2 നക്ഷത്രജാതകർ എന്ന് പറയുന്നത് ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രജാതകരാണ്. ഇവരെ സംബന്ധിച്ച് ഒരു വലിയ കടമ്പ കടക്കുന്നതിൻ്റെ ലക്ഷ്യം ഇവർക്കുണ്ട്. അതായത് ഇവർ ആഗ്രഹിച്ച കുറേ കാര്യങ്ങളുണ്ട്. അത് നടക്കാതെ പോയിട്ടുണ്ടല്ലോ എന്ന ഒരു വിഷമം ഇവരിൽ എപ്പോഴും അലയടിക്കാറുണ്ട്. കൊതിച്ചതൊന്നും തൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ലല്ലോ എന്ന ഒരു വലിയ സങ്കടമുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവർ ഈ ഒരു സമയത്ത് എന്ത് കാര്യത്തിന് പുറപ്പെടുന്നുവോ, ഒരു ഇൻ്റർവ്യൂ ആകാം, ഒരു ജോലിക്കാര്യത്തിനാകാം, ധനപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യമാകാം, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് ഇവർ ഇറങ്ങി പുറപ്പെടുന്നുവോ ആ കാര്യം ഇവർക്ക് നടക്കും എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. മക്കൾക്കൊക്കെ നല്ല ഐശ്വര്യം ഉണ്ടാകുന്ന സമയമാണ്. മക്കളുമാരുടെ കാര്യത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ തീരുമാനമെടുക്കുന്നവരാണ് എങ്കിൽ ഈ ഒരു സമയം ഇവർക്ക് വളരെ അനുകൂലം തന്നെയായിരിക്കും. അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു എന്നത് ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകതയാണ്.
ഇവരെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് നേട്ടം ഉണ്ടാക്കേണ്ട സമയം തന്നെയാണിത്. അപ്പോൾ ദൈവവിശ്വാസത്തോടു കൂടി ഇഷ്ട ദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ടങ്ങ് പോയാൽ മാത്രം മതി. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ കൊതിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പക്കൽ വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള സമയമൊക്കെ കഴിഞ്ഞു. ഇനി പ്രതീക്ഷിക്കേണ്ട സമയം നല്ല ധനലാഭത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെയാണ്. ഏതായാലും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. ശത്രുപരാജയമുണ്ടാകും. മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വരും. ധൈര്യമായിട്ടിരിക്കുക. അതുപോലെ തന്നെ പല വഴിയിൽ നിന്നുള്ള ധനലാഭമൊക്കെ പ്രതീക്ഷിക്കാം. വിദേശത്തൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ പലവിധ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഈ നക്ഷത്ര ജാതകരുണ്ടെങ്കിൽ ഒരുപാട് കസ്റ്റമേഴ്സിനെ ലഭ്യമാകാനും ഒരുപാട് രീതിയിൽ ധനം വന്നു ചേരുവാനും ഒക്കെയുള്ള യോഗം വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ കൊതിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും. അത് എന്ത് തന്നെയാണെങ്കിലും ഉറപ്പായും നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും.